നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ഇന്ന് രാവിലെ 9:30 കോർപ്പറേഷൻ ഓഫീസിൽ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ലൈസൻസ് അനുവദിക്കാത്തതിലുള്ള അനാസ്ഥ ഒഴിവാക്കുക, തടഞ്ഞു വച്ചിരിക്കുന്ന ലൈസൻസ് പുനഃസ്ഥാപിക്കുക, PCBയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുക, തേങ്ങ, ബിരിയാണി അരി, പച്ചക്കറി എന്നിവയുടെ വിലക്കയറ്റം അവസാനിപ്പിക്കാൻ വിപണിയിൽ സർക്കാർ ഇടപെടുക, അനധികൃത ഭക്ഷണ വ്യാപാരം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണയെന്ന് KHRA കൊല്ലം ജില്ലാ പ്രസിഡന്റ് R ചന്ദ്രശേഖർ, ജില്ലാ സെക്രട്ടറി E ഷാജഹാൻ എന്നിവർ പറഞ്ഞു. അതോടൊപ്പം മറ്റ് ജില്ലകളിലും KHRAയുടെ നേതൃത്വത്തിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാർച്ചും ധർണയും നടത്തി. സൗദിയിൽ ഒരാഴ്ചയ്ക്കിടെ 12,861 പ്രവാസികളെ നാടുകടത്തി. തൊഴിൽ, താമസ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശന പരിശോധനകളിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 21,997 നിയമലംഘകർ പിടിയിലായി. പിടിക്കപ്പെട്ട വിദേശികളിൽ 18,149 പേരെ അവരുടെ യാത്രാരേഖകൾ ലഭ്യമാക്കുന്നതിന് അതാത് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തു. ഇവരിൽ 2,973 പേരെ നിലവിൽ തിരിച്ചയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടികളെല്ലാം പൂർത്തിയാക്കി 12,861 പേരെ നാടുകടത്തുകയും ചെയ്തു. കുവൈത്തിൽ സുരക്ഷാ നിയമലംഘനം 53 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ 53 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി കുവൈറ്റ് ഫയർഫോഴ്സ് അറിയിച്ചു. ഫർഫാനയിലെ വ്യാവസായിക മേഖലയിലും വ്യാപാര സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയിലാണ് സുരക്ഷാ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് വിവിധ സർക്കാർ ഏജൻസികളുമായി ചേർന്നാണ് പരിശോധന നടത്തിയത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെന്ന സംശയത്തിൽ സൈബർ പോലീസ്. ഭരണപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്നാണ് വിവരങ്ങൾ ചോർന്നതെന്ന് സൂചന. പൂജ, നിവേദ്യം തുടങ്ങിയ ബുക്ക് ചെയ്യുന്നതിനുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പുതിയ യൂസർ നെയിം, പാസ്വേഡ് സൃഷ്ടിച്ചെങ്കിലും ലോഗിൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരൻ ഉപയോഗിച്ചിരുന്ന യൂസർ നെയിമും പാസ്വേഡും നിലവിൽ പ്രവർത്തനക്ഷമമാണെന്ന് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് സമീപം ഒറ്റപ്പനയിൽ 57-കാരി വയോധികയുടെ മരണത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. പ്രദേശവാസിയായ ഷാനവാസാണ് അമ്പലപ്പുഴ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. ഷാനവാസ് ഇതിനു മുമ്പും മരിച്ച സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. കഴുത്തിൽ ഞെരിച്ചതിൻ്റെ പാടുകൾ കണ്ടെത്തിയിരുന്നു. ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. റാപ്പർ വേടൻ്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പരാതിക്കാരിയോടായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവുകളും ചൂണ്ടിക്കാട്ടിയിരുന്നു. വേടനെതിരെ മറ്റ് കേസുകളുണ്ടെങ്കിൽ സർക്കാർ അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കായംകുളത്ത് ലഹരിമരുന്നുമായി അതിഥി തൊഴിലാളി പിടിയിൽ. ആസം സ്വദേശിയായ ഇയാസിൻ അലി എന്നയാളാണ് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കായംകുളം ചേരാവള്ളി ഭാഗത്ത് നടത്തിയ എക്സൈസ് പരിശോധനയിൽ ബ്രൗൺ ഷുഗറുമായി കുടുങ്ങിയത്. ഇയാളിൽ നിന്ന് 7.22 ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടി. അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്താനായാണ് ബ്രൗൺ ഷുഗർ എത്തിച്ചതെന്ന് എക്സൈസ് അറിയിച്ചു. ഫാക്ടറിയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് തലയിൽ ഇരുമ്പ് കമ്പി തുളച്ചു കയറി ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. കണ്ണൂർ നാടുകാണി കിൻഫ്ര പാർക്കിലെ നാപ്റ്റ ന്യൂട്രിക്കോ എന്ന ജ്യൂസ് ഫാക്ടറിയിലാണ് അപകടമുണ്ടായത്. ആസം സ്വദേശിയായ അമീർ ഹുസൈനാണ് മരിച്ചത്. അപകടത്തിൽ തലയിൽ ഇരുമ്പ് കമ്പി തുളച്ചു കയറി ഗുരുതരമായി പരിക്കേറ്റ അമീറിനെ ഉടൻ തന്നെ പരിയാരത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി AKG ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.